വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ പീരുമേട് സബ്സ്റ്റേഷൻ മുതൽ കട്ടപ്പന വരെ 36 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വൈദ്യുതി ലൈൻ ബന്ധിപ്പിക്കുന്നത്. ഇതിനായി 40.7 കോടി രൂപയാണ് ചിലവഴിക്കുവാൻ KSEB ഉദ്ദേശിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 6ഓളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെയാണ് 7 കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാൻ വൈദ്യുതി വകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് 2022 ജൂലൈയിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുവാൻ ADM-ന് ചുമതലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകാനായി നിശ്ചയിച്ച് അടയാളപ്പെടുത്തിയ ജനവാസ മേഖലകളും വനം വകുപ്പിന്റെ അധീനതയിലുള്ള തേക്ക് പ്ലാന്റേഷനും ADM സന്ദർശിച്ചു. ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷനിലൂടെ വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകണമെന്ന നാട്ടുകാരുടെ ആവശ്യം മുൻനിർത്തിയാണ് അന്ന് അദ്ദേഹം പ്ലാന്റേഷനും സന്ദർശിച്ചത്. പിന്നീട് ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി പ്രസരിപ്പിക്കുവാൻ കഴിയുമോ എന്ന സാധ്യതയും അതിനുള്ള ചെലവും KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ADM ചർച്ച ചെയ്തിരുന്നു. എന്നാൽ വൈദ്യുതി മണ്ണിനടിയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതിന് ചിലവ് കൂടുതലാണെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി. ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന മേഖലയിലൂടെ ലൈൻ കടന്നുപോകുന്നില്ലെന്നും ട്രാൻസ്ഫോർമേഷൻ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ഉണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരമാണ് പദ്ധതി സർവേ പ്രകാരം കണ്ടെത്തിയ മേഖലയിലെ തുടരുവാനുള്ള അനുമതി കളക്ടർ നൽകിയത്. ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷനിൽ ടവറുകൾ സ്ഥാപിച്ച് സർക്യൂട്ട് ലൈൻ വലിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോയാൽ ശക്തമായ സമരം ആരംഭിക്കുവാനാണ് കർഷകരുടെ തീരുമാനം. പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ലബ്ബക്കടയിൽ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്ന് സമരസമിതി രൂപീകരിച്ചു. ആദ്യഘട്ടത്തിൽ ജൂൺ 25-ന് കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തുവാൻ സമരസമിതി തീരുമാനിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 6 വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന 110 kV ലൈൻ കർഷകർക്കും അതുപോലുള്ള ആളുകൾക്കും വളരെ കഷ്ടം സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ലബ്ബക്കട ലൂർദുമാത പള്ളിയിൽ യോഗം ചേരുകയും പ്രത്യക്ഷമായി സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. 25-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പന സബ്സ്റ്റേഷൻ പരിധിയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതോടൊപ്പം കേരള മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും എല്ലാം ഈ ഞങ്ങളുടെ കർഷകരുടെ നിവേദനവും സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർവകക്ഷി സംഘം ഇന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിന് പ്രകാരം സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഇന്നത്തെ ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പെരിയാർ തീരത്തുകൂടെ കൊച്ചിടുക്കി, തട്ടാത്തിക്കുടി, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി വഴി കട്ടപ്പന സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ അയ്യപ്പൻകോവിൽ, തേക്ക് പ്ലാന്റേഷൻ, അഞ്ചുരുളി, നിർമ്മല സിറ്റി വഴി കട്ടപ്പന സബ്സ്റ്റേഷൻ എന്നീ റൂട്ടുകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിലവിലെ സർവേ പ്രകാരം ഉപ്പുതറ മുതൽ കാഞ്ചിയാർ വരെയുള്ള 15 കിലോമീറ്റർ പരിധിക്കുള്ളിലെ ജനവാസ മേഖലയിലൂടെ 22 മീറ്റർ വീതിയിലാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. മലനാട് ന്യൂസ്, ഇടുക്കി. India's first NGO television, Malanad TV India.